മട്ടന്നൂർ കല്ലേരിക്കര പാലത്തിലൂടെയുള്ള യാത്ര ദുരിതമാകുന്നു. കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് അടക്കം വാഹനം പോകുന്ന പാലമാണ് അപകടാവസ്ഥയിൽ കിടക്കുന്നത്. കല്ലേരിക്കര കനാൽ പാലം വീതി കൂട്ടി വികസിപ്പിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. തലശ്ശേരി ഭാഗത്ത് നിന്ന് വിമാനത്താവള ഭാഗത്തെത്താനും വിമാനത്താവളത്തിൽ നിന്ന് വരുന്നവർക്ക് മട്ടന്നൂർ ടൗണിലെ ഗതാഗതക്കുരുക്കിൽപ്പെടാതെ തലശ്ശേരി ഭാഗങ്ങളിലേക്ക് എത്താനും സാധിക്കുന്ന റോഡാണിത്. ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാലം കൈവരി തകർന്ന് ശോച്യാവസ്ഥയിലാണ്. പാലം വീതി കൂട്ടി നവീകരിച്ചാൽ സൗകര്യപ്രദമായ ബൈപ്പാസ് റോഡായി ഇത് മാറ്റാൻ കഴിയും. ഇടുങ്ങിയ പാലത്തിലൂടെ നിലവിൽ ഒരു വാഹനത്തിന് മാത്രമാണ് പോകാൻ കഴിയുന്നത്. വലിയ വാഹനങ്ങൾക്ക് ഇതുവഴി യാത്രയും സാധ്യമല്ലാത്ത സ്ഥിതിയാണ്. റോഡ് കാട് കയറി മൂടിയ നിലയിലുമാണുള്ളത്. വിമാനത്താവളത്തിലേക്ക് വികസിപ്പിക്കുന്ന ബൈപ്പാസ് റോഡും ഇതുവഴിയാണ് കടന്നുപോകേണ്ടത്. നഗരസഭയുടെ നേതൃത്വത്തിലും ഇരിട്ടി റോഡിൽ നിന്നും തുടങ്ങി ടൗണിൽ പ്രവേശിക്കാത്ത വിധത്തിൽ വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരുന്ന ബൈപ്പാസ് റോഡ് രൂപകൽപ്പന ചെയ്തിരുന്നു. എന്നാൽ ബൈപ്പാസ് വികസനത്തെക്കുറിച്ച് ചർച്ചകളേറെ നടക്കുമ്പോഴും നിലവിലുള്ള കല്ലേരിക്കര കനാൽ പാലം നവീകരിക്കാൻ നടപടിയൊന്നുമില്ല. പാലം വീതി കൂട്ടി കൈവരി നിർമ്മിച്ച് ഗതാഗതം സുഗമമാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. അരനൂറ്റാണ്ടിലേറെ കാലം പഴക്കമുള്ള ഈ കനാലിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാലാണ്. ഈ പാലം അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞു എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തു. എയർപോർട്ടിലേക്ക് കോഴിക്കോട് ജില്ലയിൽ നിന്നും അതുപോലെ തന്നെ വയനാട് ജില്ലയിൽ നിന്നുമൊക്കെ വരുന്ന ആളുകൾ അവരെളുപ്പം നോക്കി ഗൂഗിൾ മാപ്പ് വഴി ദിശ നിർണ്ണയിച്ച് വരുമ്പോൾ ഈ വഴിയിലൂടെ വരുമ്പോൾ ഈ റോഡ് തുടക്കത്തിൽ നല്ല റോഡ് തന്നെ ആളുകളിൽ കയറി കഴിയുമ്പോൾ വണ്ടിക്ക് പോകാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു ഇടുങ്ങിയ പാലം. ഈ പാലം ഇത്രയും പുരോഗമിച്ചിട്ടും ഈ വിമാനത്താവളത്തിലേക്ക് അടക്കമുള്ള നൂറുകണക്കിന് വാഹനങ്ങളാണ് ഒരു ദിവസം ഇതുവഴി കടന്നു പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇതൊന്ന് നവീകരിക്കാനോ ഈ പാലം പുതുക്കിപ്പണിയാനോ ഒന്നും ആവശ്യത്തിന് വീതി കൂട്ടാനോ അധികൃതർ ശ്രദ്ധിക്കുന്നില്ല. കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പാലത്തിന്റെ തകർന്ന കൈവരിയിൽ ഉരഞ്ഞാണ് പോകുന്നത്. ഇത് കാരണം വാഹനങ്ങൾക്ക് കേടുപാടുകളും സംഭവിക്കുന്നുണ്ട്. നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാര നടപടി വേണമെന്നാണ് യാത്രക്കാരും നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.